ഹായ് ഗായ്സ്. അപ്പൊ നിങ്ങൾക്ക് ആ മെയിൽ കിട്ടിയോ? IRCC എല്ലാവർക്കും മെയിൽ അയച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കുക, പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാരണവശാലും നിങ്ങൾ ആ IT അക്സെപ്റ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഫെബ്രുവരി 20 2026 കാനഡ ഗവൺമെന്റ് നടത്തിയിരുന്ന കാറ്റഗറി ഡ്രോ, ഹെൽത്ത് കെയർ ഡ്രോയിൽ 467 സ്കോർ വിളിച്ചത്. അതുപോലെ തന്നെ 4000 പേർക്ക് IT പോയിട്ടുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞ കാര്യമാണ്, 6 മാസം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് IT പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും ആ IT അക്സെപ്റ്റ് ചെയ്യരുത്. ആ IT അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിഫ്യൂസലായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. നമ്മൾ എടുത്തു പറഞ്ഞ കാര്യമാണ്. അപ്പൊ ആ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മിക്ക ആൾക്കാർക്കും IT കിട്ടിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടായിരിക്കും, ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അവരതൊക്കെ നെഗ്ലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് റിഫ്യൂസലാണ് വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ കുറെ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം, ഏകദേശം 1 മാസത്തോളം ആയില്ലേ, ഇപ്പോഴാണ് IRCC എല്ലാവർക്കും മെയിൽ അയച്ചു തുടങ്ങിയത്. കാരണം ആ റൂള് മാറി 6 മാസം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പോലും IT പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ IT ഡിക്ലൈൻ ചെയ്യണം, അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടില്ല. ഇതൊക്കെ നിങ്ങൾ അവഗണിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്താൽ പോലും റിഫ്യൂസലായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. കാരണം റൂള് മാറി. അവർ പറഞ്ഞായിരുന്നല്ലോ, 1 ഇയർ 12 മാസം ആക്കി മാറ്റിയിട്ടുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ്. കാറ്റഗറി ഡ്രോ വിളിക്കുന്നതിൽ ഏത് നോക്കിയാൽ പോലും ജോലിയുടെ എക്സ്പീരിയൻസ് പറയുന്നത് 1 ഇയർ ആണ്. 12 മാസം മിനിമം പണിയെടുത്തിരിക്കണം. നേരത്തെ ആയിരുന്നു 6 മാസം എന്നുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് ആൾക്കാർക്ക് IT പോയിട്ടുണ്ട്. അവർ 6 മാസം എക്സ്പീരിയൻസേ ഉള്ളൂ. പക്ഷെ അതിൽ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏജൻസി വഴിക്ക് അപ്ലൈ ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഏജൻസി പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അല്ല, സ്വന്തമായിട്ട് അപ്ലൈ ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് പെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ നേരത്തെ ഇൻഫോം ചെയ്തത്. ഇങ്ങനെയുള്ള അപ്ഡേറ്റുകളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായമായിട്ട് കമന്റ് ആയിട്ട് ചോദിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് IT അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ എന്തായാലും അറിഞ്ഞിരിക്കുക, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. 6 മാസം താഴെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും ആണെങ്കിൽ വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഈ റൂൾ മാറിയിട്ടുണ്ട്, അവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. വീണ്ടും മറ്റുള്ള കാമ്പറേറ്റ് സ്റ്റേ ട്യൂൺ. ബൈ.